കപ്പ് നേടിയെന്ന് ഉറപ്പിച്ചിരിക്കവേ കിരീടം നഷ്ടപ്പെടുന്നതൊരു വേദനയാണ്. കയ്യിലിരുന്ന കിരീടം കൊണ്ടുപോയി തുലക്കുന്ന പ്രതിഭാസം പലകുറി നാം ഫുട്ബോളിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്ട്രീം വെർഷനാണ് ഇക്കുറി ഡച്ച് ലീഗിൽ നാം കണ്ടത്. ഡച്ച് ലീഗിൽ 5 മത്സരങ്ങൾ മാത്രം ബാക്കിയിരിക്കെ അയാക്സ് കപ്പുറപ്പിച്ച മട്ടിലായിരുന്നു. രണ്ടാമതുള്ള PSVയുമായുള്ളത് 9 പോയിന്റിൻ്റെ ക്ലിയർ ഡോമിനേഷൻ. ആംസ്റ്റർഡാമിലെ തെരുവുകൾ കപ്പ് അയാക്സിന് തന്നെ ഇന്ന് ഉറപ്പിച്ചു. പക്ഷേ പിന്നീട് കണ്ടത് അവിശ്വസനീയമായ മത്സരങ്ങൾ. ഒരു ജയവുമില്ലാതെയാണ് അടുത്ത 4 മത്സരങ്ങൾ അയാക്സിനെ കടന്നുപോയത്. ഒടുവിൽ ലീഗിലെ അവസാന ദിനം മത്സരത്തിനിറങ്ങുമ്പോൾ അവർ PSVക്ക് 1 പോയിന്റ് പിന്നിലായിരുന്നു. അവസാന മത്സരത്തിൽ FC 20യെ തോൽപ്പിച്ച് PSV ഡച്ച് കിരീടം ചൂടുകയും ചെയ്തു. അയാക്സ് കയ്യിലിരുന്ന കിരീടം PSVക്ക് കൊടുത്തുവെന്ന് പറയാം. ഇതുപോലെ മറ്റൊരു വിശ്വവിഖ്യാതമായ ബോട്ടിലിംഗ് ഉണ്ട്. ആ ബോട്ടിലിംഗ് നടത്തിയത് സിനദിൻ സിദാൻ, റൊണാൾഡോ നസാരിയോ, ഡേവിഡ് ബെക്കാം, ലൂയിസ് ഫിഗോ, റോബർട്ടോ കാർലോസ് എന്നിവരടങ്ങിയ റയലിൻ്റെ സാക്ഷാൽ ഗലാറ്റിക്കോസ് ആണ്. 2004 ലാ ലീഗയിലായിരുന്നു അത്. ലീഗിൽ 12 മത്സരങ്ങൾ ബാക്കിയുള്ളപ്പോൾ അവർ 12 പോയിന്റിൻ്റെ ലീഡിലായിരുന്നു. പല ടീമുകളെയും അവർ കൊല വിളിച്ചു. വയ്യഡോൾഡിനെ 7-2-നും സെവിയയെ 5-1-നുമാണ് അവർ തോൽപ്പിച്ചത്. പക്ഷേ പിന്നീട് കഥ മാറി. അതേ സെവിയയോട് അവർ പിന്നീട് 4-1-ന് തോറ്റു. റയലിൻ്റെ നക്ഷത്രക്കൂട്ടം അവസാന 7 മത്സരങ്ങളിൽ 6-ലും തോറ്റ് എല്ലാവരെയും ഞെട്ടിച്ചു. റെലഗേഷൻ സോണിലുള്ള മൂർഷിയോട് വരെ അവർ തോറ്റത് എല്ലാവരെയും ശരിക്കും ഞെട്ടിച്ചു. കിരീടം ബെർണബ്യൂവിലേക്ക് ഉറപ്പിച്ച സീസണിൽ ഒടുവിൽ അവർ ഫിനിഷ് ചെയ്തത് 4ാം സ്ഥാനത്ത്. അവരെക്കാൾ 7 പോയിന്റ് അധികം സ്വന്തമാക്കി വലൻസിയയാണെന്ന് കിരീടം ചൂടിയത്.